ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ. ഞാൻ രാജീവ്. നമ്മുടെ ഫോട്ടോഗ്രാഫി ബേസിക്സിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെയാണോ രണ്ടാമത്തെ ട്യൂട്ടോറിയലാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ട്യൂട്ടോറിയലിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ ആദ്യത്തെ ട്യൂട്ടോറിയൽ നോക്കിയത് മാനുവൽ മോഡിൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാം. അതായത് നമ്മൾ അപ്പർച്ചർ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്, ISO ഇതെല്ലാം നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. സാധാരണ എല്ലാ ആൾക്കാരും ഒരു റിവേഴ്സ് അപ്രോച്ചാണ്. മീൻസ് അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഷട്ടർ പ്രയോറിറ്റി മോഡിൽ അല്ലെങ്കിൽ പ്രോഗ്രാം മോഡിൽ അല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം മാനുവൽ മോഡിലേക്ക് വരിക എന്നുള്ളൊരു അപ്രോച്ചാണ് മിക്ക ട്യൂട്ടേഴ്സും സ്വീകരിക്കുന്ന അപ്രോച്ച്. പക്ഷേ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാനുവലിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള മോഡ്സൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. മാനുവൽ മോഡ് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തോളം സമയം എടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് മീൻസ് ഈ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മാനുവൽ മോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലോ അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിലോ ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതായത് നല്ല പ്രൊഫഷണലായ ആൾക്കാർ എപ്പോഴും മാനുവൽ മോഡിലല്ല ഷൂട്ട് ചെയ്യുന്നത്. മാനുവൽ മോഡ് പഠിക്കാനായിട്ട് വളരെ നല്ലതാണ്. പക്ഷേ മാനുവൽ മോഡ് ഷൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത രണ്ട് മോഡുകളിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കയറുന്നത്. ഷട്ടർ പ്രയോറിറ്റി മോഡ്, പിന്നീടുള്ളത് നമുക്ക് അപ്പർച്ചർ പ്രയോറിറ്റി മോഡാണ്. അപ്പോൾ മാനുവൽ മോഡിൻ്റെ ട്യൂട്ടോറിയൽ കണ്ട ആൾക്കാർ ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഷട്ടർ പ്രയോറിറ്റി മോഡിലേക്ക് കടക്കാം. എപ്പോഴാണ് ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, ഷട്ടർ പ്രയോറിറ്റി മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ഈവൻ്റൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്താണ് ഷട്ടർ പ്രയോറിറ്റി മോഡെന്ന് നോക്കാം. അതിനുശേഷം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത് യൂസ്ഫുൾ എന്ന് നമുക്ക് നോക്കാം. ഷട്ടർ പ്രയോറിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ക്യാമറയിലെ ഷട്ടർ മാത്രമായിരിക്കും. ചില സമയത്ത് നമുക്ക് ISO ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിലിട്ടാൽ ISOയും ഓട്ടോമാറ്റിക്കലി അറേഞ്ച്ഡ് ആവും. അപ്പർച്ചർ മാത്രം ക്യാമറ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഷട്ടർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് നടന്നു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നോക്കിയാൽ നമുക്കൊരു വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രീം പോലുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിത്രമാണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ ഷൂട്ട് ചെയ്യാം, മാനുവലിൽ ഷൂട്ട് ചെയ്യാം. ഷട്ടർ പ്രയോറിറ്റി മോഡിൽ മാനുവലിന് മുകളിൽ ഷൂട്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അപ്പർച്ചർ കറക്റ്റായിട്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കാം. ചിലപ്പോൾ എപ്പോഴും നമ്മുടെ ആ ലൈറ്റിംഗ് കോൺസ്റ്റൻ്റ് അല്ലായിരിക്കും. ഇപ്പോൾ ഒരു കാർമേഘമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു മേഘം വന്ന് സൂര്യനെ മറച്ച സമയത്താണ് നിങ്ങൾ എക്സ്പോസ് ചെയ്തത് നിങ്ങൾക്ക് ആ ഷോട്ട് കിട്ടാറാകുമ്പോഴത്തേക്കിനും ഈ മേഘം മാറി സൂര്യപ്രകാശം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ ഷട്ടർ പ്രയോറിറ്റി മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ഷട്ടർ സ്പീഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും അത്രയ്ക്കും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈവൻറ്റ് കവർ ചെയ്യുകയാണ്, ഒരു സ്പോർട്സ് ഈവൻറ്റ് കവർ ചെയ്യുകയാണ്, ഒരു അത്ലറ്റ് ഓടി വന്ന് ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു സീനാണ്, അതാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്, സൂര്യപ്രകാശം കുറയുമോ കൂടുമോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് അപ്പർ പ്രയോറിറ്റി മോഡിൽ ഇട്ടിട്ട് ഇതുപോലൊരു സ്ട്രീം പോലുള്ളൊരു ചിത്രം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല ഫോക്കസിൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ നല്ല ഫോക്കസ് കിട്ടണം, ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സ്റ്റില്ലായിട്ട് സ്റ്റഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഷട്ടർ കൂട്ടിയിട്ട് നിങ്ങൾ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ ഷൂട്ട് ചെയ്യുക. ഓട്ടോ ISO എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓട്ടോ ISO. പക്ഷേ വെഡ്ഡിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഓട്ടോ ISO ഞാൻ റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഷട്ടർ പ്രയോറിറ്റി മോഡ് ക്യാമറയിൽ നമ്മുടെ ഡയലിൽ കൊടുത്തിരിക്കുന്ന പല രീതിയിലാണ്. നിക്കോണിൻ്റെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കുക. എനിക്ക് അത്ര മീൻസ് ഞാൻ കാനോൺ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാനോണിലാണെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ നമുക്ക് TV എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ളത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡാണ്. അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് ഷട്ടർ പ്രയോറിറ്റി മോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിറ്റുവേഷനിൽ ക്യാമറ ഷട്ടർ സ്പീഡും ISOയും എല്ലാം ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു. അതായത് ഓട്ടോ ISOയിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ISOയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ നമ്മൾ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത് അപ്പർച്ചറാണ്. നമുക്ക് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ചിത്രത്തിൽ നമുക്ക് ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് വേണം, ഏത് ചിത്രത്തിൽ നമുക്ക് ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നാണ് നമ്മൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ലാൻഡ്സ്കേപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു വണ്ടിക്കകത്ത്, അതായത് ഒരു ടൂറിസ്റ്റ് ബസ്സാണെന്ന് വിചാരിക്കുക, ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ബസ്, അങ്ങനെ ഒരു ബസ്സിനകത്തിരിക്കുമ്പോൾ നമ്മുടെ സീൻ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ബസ്സിൽ പോകുമ്പോഴേക്കും സ്ലോ ആയിട്ടായിരിക്കാം ഈ ബസ് പോകുന്നത്. പക്ഷേ നമുക്ക് അധികം മീൻസ് നമ്മുടെ മാനുവൽ മോഡിൽ പോയി എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിനും അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം
ഇപ്പോൾ ഒരു സീനറി ഫുൾ സീനറി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്പർച്ചർ കൂട്ടിയിടണം. അപ്പോൾ അപ്പർച്ചർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലർഡൊന്നും ഇല്ലാത്ത നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ വേറൊരു മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം നിൽക്കുന്നുണ്ട്, അതിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കണം. അപ്പോൾ ജസ്റ്റ് അപ്പർച്ചർ കുറയ്ക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളും അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ. ഓക്കെ, അതിന് നമുക്ക് ക്യാമറയിൽ AV എന്ന് പറയുന്ന മോഡാണുള്ളത്. അപ്പോൾ ഷട്ടർ പ്രയോറിറ്റിക്ക് TV എന്നും അപ്പർച്ചർ പ്രയോറിറ്റിക്ക് AV എന്നുമാണ് ക്യാനൺ ക്യാമറകളിൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഇടുമ്പോൾ ചില മീൻസ് പുതിയ ക്യാമറകളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഷട്ടർ കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ക്യാമറകളിൽ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു എൻട്രി ലെവൽ ക്യാമറകളിൽ ഈ ഓപ്ഷൻ ഇല്ല, മിനിമൽ ഷട്ടർ സ്പീഡ് കീപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഷൂട്ട് ചെയ്തു, നിങ്ങളൊരു F11 കൊണ്ടുവന്ന് അപ്പർച്ചർ ഇടേണ്ട ഒരു സീനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പക്ഷേ വണ്ടി മൂവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷട്ടർ കൺട്രോൾ ചെയ്യാനൊരു ഓപ്ഷൻ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഷട്ടർ വളരെ കുറഞ്ഞു പോകും. അതായത് ഒരു 1 സെക്കൻഡൊക്കെ ഷട്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലർ പോലുള്ള ചിത്രം മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് പുതിയ ക്യാമറകളിൽ, അത് മീൻസ് 80Dയിലൊക്കെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. വേറെ ഏതൊക്കെ ക്യാമറകളിലാണെന്ന് എനിക്കറിയില്ല. 5D Mark IIIൽ ആ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ 5D Mark III യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം. എല്ലാ ക്യാമറകളിലും ഇല്ല ഈ ഓപ്ഷൻ. നമുക്കൊരു മിനിമം ഷട്ടർ, അതായത് ക്യാമറയാണ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഷട്ടർ സ്പീഡിന് താഴേക്ക് പോകാൻ പാടില്ല എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ മിക്ക ക്യാമറകളിലുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ മാനുവലിലൂടെ ഒന്ന് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടും. എൻട്രി ലെവൽ ക്യാമറകളിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്, എന്താണ് അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് എന്ന്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലും അല്ലെങ്കിൽ മാനുവൽ മോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മാനുവൽ മോഡിനെക്കാട്ടും ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മോഡെന്ന് പറഞ്ഞാൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡാണ്. ഷട്ടർ പ്രയോറിറ്റി മോഡ് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഷട്ടർ പ്രയോറിറ്റി മോഡ് യൂസ് ചെയ്യുമായിരിക്കാം. എങ്കിലും ഷട്ടർ പ്രയോറിറ്റി മോഡ് അത്രയും പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു മോഡല്ല. പക്ഷേ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ്, ഇപ്പോൾ ഒരു ക്യാൻഡിഡ് വെഡിങ് ഒക്കെ കവർ ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് നല്ലൊരു മോഡാണ്. നമുക്ക് മിനിമം ഷട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമറയാണെങ്കിൽ, നിങ്ങൾ ഫ്ലാഷ് യൂസ് ചെയ്യുന്നില്ല, അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് നമുക്ക് മിനിമം ഒരു 1/200 കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, 1/200 ഷട്ടർ സ്പീഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും, നമ്മുടെ അപ്പർച്ചർ മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ക്യാൻഡിഡ് വെഡ്ഡിങ്ങിൽ ഏത് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് വേണം, അല്ലെങ്കിൽ 5-6 പേരൊക്കെ കൂടി നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണ്ട, ആൾക്കാരെ എല്ലാം ഫോക്കസ് കിട്ടണമെങ്കിൽ നമുക്ക് അപ്പർച്ചർ കൂട്ടണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പല രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മാനുവൽ മോഡ് ഏറ്റവും യൂസ്ഫുൾ പഠിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാനുവൽ മോഡിലാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾ ഫീൽ ചെയ്യുന്നത് മാനുവൽ മോഡിലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മാനുവൽ മോഡിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ചില നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ടെന്ന്. എങ്കിലും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് ഇരിക്കും. മീൻസ് നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് നമ്മളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ റിപ്പീറ്റായിട്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കാറുണ്ട്. അപ്പോൾ റിപ്പീറ്റായിട്ട് പറയുകയോ റിപ്പീറ്റായിട്ട് ഇമ്പോസിഷൻ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ, മീൻസ് ഈ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മീൻസ് പഴയ കസ്റ്റമേഴ്സിനെ അറിയാം. പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ക്യാമറ ടെക് ചാനലല്ല ഇത്. ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് മുതലായ കാര്യങ്ങൾ, ഇപ്പോൾ പുതിയ ക്യാമറ ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഒരു ക്യാമറ ടെക് ചാനലല്ല ഇത്. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക മുതലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിപ്പിക്കുക മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് POV എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു സെക്ഷനാണെങ്കിൽ ആക്റ്റീവായിട്ടില്ലാതിരുന്ന ഒരു സെക്ഷനാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. POVയിൽ ഞാൻ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം POV തുടങ്ങിയത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ POV ടോപ്പിക്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫോട്ടോയും നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ പുതിയ POV വീഡിയോകളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഒരു എന്താ പറയുന്നത് തിയറി പോർഷനാണ്. പ്രാക്ടിക്കൽ സൈഡ് കാണണമെങ്കിൽ നിങ്ങൾക്ക് POV വീഡിയോകൾ കണ്ടാൽ മാത്രമേ ഈ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. POV എന്ന പേര് പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ്. അതായത് ഓരോ വ്യക്തികളുടെയും പോയിൻ്റ് ഓഫ് വ്യൂ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരേ കാര്യം തന്നെ പല ആൾക്കാർ പല രീതിയിലായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ എങ്ങനെയാണ് ആ ഫോട്ടോ എടുക്കുന്നത്, അതിൻ്റെ അല്ലെങ്കിൽ ക്യാമറയിൽ വരുത്തുന്ന സെറ്റിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് POV എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ ആൾക്കാരുടെ അറിവിന്
അറിവിനായിട്ട് നമുക്ക് ക്രിട്ടിക് റിവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും കൂടെ നമ്മുടെ ചാനലിനകത്തുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ ക്രിട്ടിക്ക് ചെയ്യുന്നു, നമുക്കതിൽ ഏറ്റവും നല്ല ഫോട്ടോയാണ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഏറ്റവും നല്ല ആൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതല്ല ക്രിട്ടിക് റിവ്യൂവിൻ്റെ മെയിൻ ഉദ്ദേശം. ക്രിട്ടിക് റിവ്യൂവിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങളുടെ ഫോട്ടോകളിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് തരാൻ പറ്റുമെങ്കിൽ അതിനുള്ള സജഷൻസ് തരിക എന്നുള്ളതാണ് ക്രിട്ടിക് റിവ്യൂവിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ക്രിട്ടിക് റിവ്യൂവിൽ ഫോട്ടോകൾ അയക്കാം. നമുക്കതിനനുസരിച്ചുള്ള സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് മാത്രം അയക്കുക. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ എല്ലാ റൂൾസ് ആൻഡ് റിവ്യൂസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫോട്ടോഷോപ്പ്, ഫോട്ടോഗ്രാഫി, ലൈറ്റ് റൂം മുതലായ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.